ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകളിൽ വിജയിക്കാനാകുമെന്നായിരുന്നു ബിജെപിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അവകാശവാദം. എക്സിറ്റ് പോൾ ഫലങ്ങളും ഏതാണ്ട് ഈ വാദങ്ങളൊക്കെ ശരിവെക്കുന്നതായിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി അപ്രതീക്ഷിതമായാണ് ഇന്ത്യ മുന്നണിയുടെ കടന്നുകയറ്റമുണ്ടായത്. ദേശീയ തലത്തിൽ ഒരു പതിറ്റാണ്ടുകാലം രാജ്യം ഭരിച്ച മോദിക്കും കൂട്ടർക്കും ഒടുവിൽ കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കേണ്ട ഗതികേട് വന്നു. തോൽവിക്ക് ഹിന്ദു വോട്ടർമാരെ പഴിചാരാനാണ് പല BJP അനുഭാവികളും ആദ്യം ശ്രമിച്ചതെങ്കിലും പിന്നീട് അത് പതിവ് പോലെ കറങ്ങിത്തിരിഞ്ഞ് കോൺഗ്രസിന്റെ കോർട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ച് MP-മാരായ കോൺഗ്രസുകാരെ അയോഗ്യരാക്കണമെന്നാണ് BJPയുടെ പുതിയ ആവശ്യം. കോൺഗ്രസിന്റെ 99 MP-മാരെയും അയോഗ്യരാക്കാൻ ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ അഭിഭാഷകൻ വിഭോർ ആനന്ദ്. രാഷ്ട്രപതിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പിനിറക്കിയ കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡാണ് സംഘപരിവാർ ആയുധമാക്കുന്നത്. ഖദാഖത്ത് ക്യാഷ് ട്രാൻസ്ഫർ വാഗ്ദാനങ്ങൾ വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കാൻ ലക്ഷ്യമിട്ടുള്ള കടുത്ത അഴിമതിയെന്നാണ് BJP ആരോപിക്കുന്നത്. ഞങ്ങളെ വിജയിപ്പിച്ചാൽ സ്ത്രീകൾക്ക് മാസം 8500 രൂപ അഥവാ വർഷം 1 ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഗ്യാരണ്ടി കാർഡ്. ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചു എന്നാണ് ഹർജിയിൽ പറയുന്നത്. ഗ്യാരണ്ടി കാർഡ് ലക്ഷ്യം വയ്ക്കുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്താൽ പണം തരാമെന്നാണെന്നും ഇത്തരത്തിലുള്ള 8 കോടി കാർഡുകൾ 12 ഭാഷകളിലായി അച്ചടിച്ച് എല്ലാ സംസ്ഥാനത്തും വിതരണം ചെയ്തുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗ്യാരണ്ടി കാർഡ് വഴി കൈക്കൂലി നൽകി വോട്ടർമാരെ സ്വാധീനിച്ച കോൺഗ്രസ് നേതാക്കൾക്കും പാർട്ടി അംഗങ്ങൾക്കുമെതിരെ സെഷൻ 146 RPA പ്രകാരം അന്വേഷണം ആരംഭിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടണം എന്നാണ് നിർദ്ദേശം. 99 കോൺഗ്രസ് MP-മാരെയും ഇതനുസരിച്ച് അയോഗ്യരാക്കി പ്രഖ്യാപിക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെടുന്നു. 99 കോൺഗ്രസ് MP-മാരെയും ഇതനുസരിച്ച് അയോഗ്യരാക്കി പ്രഖ്യാപിക്കണമെന്നും അഭിഭാഷകൻ വിഭോർ ആനന്ദ് തന്റെ 10 പേജുള്ള പ്രാതിനിധ്യത്തിൽ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു. എന്തായാലും കോൺഗ്രസ് MP-മാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന നിയമ പോരാട്ടം ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്നാണ് ഇക്കൂട്ടർ ദിവാസ്വപ്നം കാണുന്നത്. തൊട്ടടുത്ത് വന്ന സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കുമെന്നും 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികളെ വിജയികളാക്കിയാൽ കേരളത്തിൽ LDF 13 സീറ്റ് കൂടി നേടുകയും തിരുവനന്തപുരത്ത് BJP ജയിക്കുകയും ചെയ്യും. ഇതോടെ BJP ദേശീയ തലത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ അധികാരത്തിൽ വന്നാൽ 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൗണ്ടിൽ എത്തിക്കുമെന്ന് വാഗ്ദാനം നൽകിയ BJP സർക്കാരാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ആരോപണവുമായി എത്തിയിരിക്കുന്നത്.